മുഹമ്മദ് നബി 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ അദ്ദേഹത്തിനും 1000 വർഷങ്ങൾക്ക് മുൻപേ അരിസ്റ്റോട്ടിലും പൈതഗോറസും ഒക്കെ ഭൂമി ഉരുണ്ടതാണെന്ന് വ്യക്തമായും മനസ്സിലാക്കിയിരുന്നു. അരിസ്റ്റോട്ടലിന്റെ കാഴ്ചപ്പാടനുസരിച്ച് ഭൂമി ഗോളാകൃതിയിലാണ്, പക്ഷേ അത് പ്രപഞ്ചത്തിന്റെ കേന്ദ്രത്തിലാണ്, സെന്റർ ഓഫ് ദി യൂണിവേഴ്സിലാണ് സ്ഥിതി ചെയ്യുന്നത്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമെല്ലാം ഭൂമിയെ കേന്ദ്രീകരിച്ച് വട്ടം ചുറ്റുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. ഇതിനെയാണ് നമ്മൾ ഭൗമ കേന്ദ്രീകൃതവാദം അല്ലെങ്കിൽ ജിയോ സെൻട്രിസം എന്ന് വിളിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് ശേഷം കത്തോലിക്ക പുരോഹിതനായിരുന്ന നിക്കോളസ് കോപ്പർനിക്കസ് ആണ് ഈ തെറ്റായ ധാരണ തിരുത്തുന്നത്. ഗലീലിയോ പിന്നീട് ഇതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു. കോപ്പർനിക്കസ് ഒരു പുരോഹിതനായിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ചിലർക്ക് തർക്കം ഉന്നയിക്കാറുണ്ട്. എന്നാൽ ഇദ്ദേഹം ഒരു പുരോഹിതനായിരുന്നു എന്ന് പറയുന്നത് മറ്റാരുമല്ല, ഗലീലിയോ തന്നെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഗലീലിയോ ഗ്രാൻഡ് ഡച്ചസ് ക്രിസ്റ്റീനായ്ക്ക് എഴുതിയ വിഖ്യാതമായ കത്തിൽ കോപ്പർനിക്കസ് ഒരു കത്തോലിക്ക പുരോഹിതനായിരുന്നു എന്ന് വ്യക്തമായി പരാമർശിക്കുന്നുണ്ട്. ഇനി അഥവാ അദ്ദേഹം പൗരോഹിത്യം സ്വീകരിച്ചിട്ടില്ലെന്ന് വാദിച്ചാൽ പോലും സഭയിലെ ഒരു പ്രധാന പദവി വഹിച്ചിരുന്ന ഒരു കാനൻ, ഒരു ക്ലർജി മെമ്പർ ആയിരുന്നു. ആ കാര്യത്തിൽ ആർക്കും സംശയമില്ല. പ്രപഞ്ചത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്നും ഭൂമി അടക്കമുള്ള ഗ്രഹങ്ങൾ സൂര്യനെയാണ് ചുറ്റുന്നതെന്നുമായിരുന്നു അവരുടെ സൗരകേന്ദ്രീകൃതവാദം അഥവാ ഹീലിയോസെൻട്രിസം. അന്നത്തെ ശാസ്ത്രലോകത്തിന് ഇത് വിപ്ലവകരമായൊരു മാറ്റമായിരുന്നു. തീർച്ചയായും ഇന്ന് നമുക്കറിയാം സൂര്യൻ പ്രപഞ്ചത്തിന്റെ കേന്ദ്രമൊന്നുമല്ല, നമ്മുടെ സൗരയൂഥത്തിന്റെ കേന്ദ്രം മാത്രമാണ് സൂര്യൻ. പ്രപഞ്ചം അതിലും എത്രയോ വിശാലമാണെന്ന് നമുക്കിന്നറിയാം. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അന്ന് സഭയും ഗലീലിയോയും തമ്മിലുണ്ടായിരുന്ന തർക്കം ഭൂമിയുടെ ആകൃതിയെക്കുറിച്ചായിരുന്നില്ല, മറിച്ച് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എവിടെയാണ് എന്നതിനെക്കുറിച്ചുള്ള തർക്കമായിരുന്നു.